അതെ, നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ ഉമ്മയുടെ കഥ. എല്ലാ സമയം നോക്കിയാലും നമ്മൾ ഉമ്മയുടെ കഥ പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഓർത്തിട്ടുണ്ടോ നമ്മുടെ ഉപ്പയുടെ അവസ്ഥ? ഏഹ് ചിലപ്പോൾ ഉപ്പ ഒന്നും നമ്മുടെ മുന്നിൽ വലിയ സന്തോഷകരമായിട്ട് നിൽക്കുന്നത് കാണാത്തോണ്ടായിരിക്കാം നമ്മളൊന്നും അത് ചിന്തിക്കാത്തത് തന്നെ അല്ലേ. സത്യം പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ആ പിതാവും കൂടി വേണ്ടേ നമ്മുടെ ലൈഫിലല്ലേ. കുറേ പേരും മുൻഗണന കൊടുക്കാത്ത ഒന്നാണ് പിതാവ് എന്ന് പറയുന്നത് അല്ലേ. ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞാലല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ പിതാവായിരിക്കും. അല്ലെങ്കിൽ ഒരു മക്കള് ആയിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിതാവായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക ചിലപ്പോൾ മാതാവായിരിക്കാം, വീട്ടിലൊക്കെ അല്ലേ, ഉമ്മയായിരിക്കാം. എന്നാൽ ഉപ്പ സ്വന്തം വീട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ആവശ്യാർത്ഥം പുറത്തു പോകും. അതുകൊണ്ട് മക്കൾക്ക് കൂടുതലും ഉപ്പയെ കാണാറില്ല. ചിലപ്പോൾ പ്രവാസത്തിലായിരിക്കാം, ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലായിരിക്കാം, ചിലപ്പോൾ വീട്ടിന് അപ്പുറത്തുള്ള വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം. അങ്ങനെയൊക്കെ ആയിട്ട് ഉപ്പ കുറച്ച് അകന്ന് നിൽക്കുമ്പോൾ തന്നെ മക്കളിൽ നിന്നും കുറേ അകലുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഉപ്പ അടുത്തുണ്ടെങ്കിലല്ലേ ഉപ്പാനോട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. ഒരു ദിവസം ഉപ്പാനോട് സുഖാണെന്നൊക്കെ ചോദിക്കാം. ഉപ്പ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വന്നാലോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞു നോക്കിയേ, ആ വാപ്പക്ക് സന്തോഷം വരും, ഉറപ്പാണ്. പിന്നെന്തായാലും നിങ്ങൾ ഈ ഒരു പറഞ്ഞ വാക്കിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കോളി. എന്തായാലും ആ വാപ്പക്കും സന്തോഷം വരും, നോക്കിക്കോ, സത്യമായിരിക്കും.